ഹലോ. അപ്പോൾ നമുക്കിന്ന് ചെന്നൈ ഗവൺമെൻറ് മ്യൂസിയം വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും അവിടെ മെഗാ ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും കയറാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതാണ്ട് എൻട്രിയിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് കേട്ടോ എൻട്രി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഒരു പേഴ്സണ് 50 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാമോത്തിൻ്റെ റൈനോസറസിൻ്റെ ഒക്കെ ഇങ്ങനെ സ്റ്റാച്ചു കണക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമുക്കിവിടെ സെൽഫോൺ അലൗഡ് അല്ല, വീഡിയോ ഒന്നും എടുത്തുകൂടാ കേട്ടോ. പിന്നെ നമ്മൾ സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് കുറച്ച് വീഡിയോ എടുക്കണതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ ആർക്കിയോളജി ഗാലറിയാണ്. അപ്പോൾ ഇവിടെ നിറയെ ഇതേപോലെ പണ്ടത്തെ കുറേ ഇങ്ങനത്തെ ഉള്ള സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ടെമ്പിൾസിൻ്റെയൊക്കെ ഓരോ എക്സാമ്പിൾ, പിന്നെ ഇതാ കൈ പോയിട്ടുള്ളത്, തല പോയിട്ടുള്ളത്, അങ്ങനെ ഓരോരോ ഇങ്ങനെ പണ്ടത്തെ ഓരോ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധൻ ഉണ്ടായിരുന്നു, കുറച്ച് വലുതായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇവിടെ എല്ലാം ഓരോ ചെറിയ റോക്സിൽ വരെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള റോക്സൊക്കെയാണ് കേട്ടോ കുറേയും. അപ്പോൾ എല്ലാം നമ്മുടെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് വരുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി ബുക്കിനകത്ത് കണ്ടിട്ടുള്ള ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടി നടന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറേയൊക്കെ ഇങ്ങനെ അവർ ചില്ലിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, എനിക്ക് ഇതൊക്കെ കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന ഭാഗത്ത് കാണുന്നൊരു വലിയൊരു വെയിലിൻ്റെ ഒരു സ്കെൽഡറാണ് കേട്ടോ. ഇത് ഭയങ്കര വലുതാണ്, നമുക്ക് നേരിട്ട് ഒന്ന് കണ്ടാലേ നമുക്കിങ്ങനെ അതിശയമായി. ഇപ്പോൾ അതേ കണക്കത്തൊരു വലിയൊരു സ്കെൽട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സുവോളജി ഗാലറിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതേപോലെ കുറേ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേർഡ്സിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സ് വേറെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആനിമൽസിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ സ്കൾസായിട്ടും അല്ലാതെ ആനിമൽസിൻ്റെ മൊത്തത്തിലും എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇവിടെ എല്ലാം. അപ്പോൾ മിക്കവാറുള്ള എല്ലാ ആനിമൽസും ഉണ്ട് കേട്ടോ. ഫോറിൻ ആനിമൽസ് നമ്മുടെ ടൈഗറിൻ്റെ ലിംസൊക്കെ കണ്ടില്ലേ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ മാമൽ ഗാലറിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അവിടെ ഡോൾഫിനെ പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ടൈഗേഴ്സിനെ, പിന്നെ ലയണിനെയും, പിന്നെ കുറേ ടൈപ്പ് ഡിയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ പിഗിനെയും ചീറ്റയിലും അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടില്ല, ഇത് ഒറിജിനലാണെന്ന് അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് അത് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ എല്ലാം ഒറിജിനലാണ്, അല്ലാത്ത ഡെമോ ആയിട്ടുള്ള ഒന്നും ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ആൻഡലോപ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹൈനാസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറേ ഫോറിൻ ആനിമൽസ് ഉണ്ട്. നമ്മൾ സൂയി പോയാൽ പോലും കാണാൻ പറ്റുന്ന ടൈപ്പൊക്കെ ആനിമൽ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പം നല്ലോണം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായത് നമുക്ക് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ ബോഡി ടെക്സ്ചറൊന്നും അങ്ങനെ തോന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഇവിടെ കുറേ ആനിമൽസിൻ്റെ ഇത് കണക്ക് തലയോട്ടികളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു മേളിലൊക്കെ, നമ്മുടെ ബുൾസിൻ്റെയും ബഫലോസിൻ്റെ അങ്ങനെയൊക്കെ. ഇത് കാണുന്നത് ഒരു ആനിമലിൻ്റെ, ഒരു നമ്മുടെ ഹോഴ്സിൻ്റെയും പിന്നെ ഒരു ഹ്യൂമൻ്റെയും സ്കെല്ലറാണ്. ഇത് നമുക്ക് കണ്ടാലേ ഒരു കറക്റ്റ് ആ ഒരാളെങ്ങനെയാണ് കുതിരയെ പിടിച്ചിരിക്കുന്നത് അതേ കണക്കുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ആനക്കൊമ്പ് വെച്ച മിറർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലൂ വെയിലിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. ഈ കാണുന്നത് റെപ്റ്റൈൽ ഗാലറിയാണ്. അപ്പോൾ ഇവിടെ നല്ല വലിയൊരു ആമയുണ്ട് കേട്ടോ. പിന്നെ ഈ ആമയുടെ ഓരോ അതിൻ്റെ ചെറിയ ചെറിയ പാർട്സുകൾ, അതിൻ്റെ തീത്ത്, പിന്നെ അതിൻ്റെ ആ ഒരു തോടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്, ചെറിയ ആമകളുടെയും വലുതിൻ്റെയും. പിന്നെ ശരിക്കും പാമ്പുകളുടെ നമ്മുടെ കിങ് കോബ്ര വരെ ഉണ്ട് ഇതിനകത്ത്. അതിനെല്ലാം ഇതേപോലെ ഇങ്ങനെ ബോട്ടിലാക്കി. ഇതൊക്കെ നമ്മുടെ പല്ലി, ഓന്ത് അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഇരിക്കുന്നത്. പിന്നെ കുറേ ടൈപ്പ് ആമകളുടെ അതിൻ്റെ ആമത്തോട്, പിന്നെ അതിൻ്റെ ഓരോ ടെയില്, അതിൻ്റെ എന്തൊക്കെ ഭാഗങ്ങൾ കാണണം അതെല്ലാം ഇവിടെ വന്നാൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു ആമകളെയൊക്കെ അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ബോട്ടിലൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ക്രോക്കഡൈലിൻ്റെ എഗ്ഗ് എംബ്രിയോ സ്റ്റേജ്, അങ്ങനെ 2-3 സ്റ്റേജ് അതുണ്ടായിരുന്നു. ഞാൻ അത് വീഡിയോ എടുത്ത് മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ അതും നമുക്ക് കാണാനൊരു കൗതുകമാണ് കേട്ടോ. പിന്നെ ഈ ആമകളെയൊക്കെ നല്ല പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്രോക്കഡൈൽസിനെയൊക്കെ ഇവിടെ വാൾഡക്കർ കണക്കൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വലുതിനെയൊക്കെ. പിന്നെ കുറേ ക്രോക്കഡൈൽസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഓരോ സ്കെൽട്ടൻ്റെ ഭാഗങ്ങൾ ഈ സ്റ്റാർ ടോട്ടോയ്സിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് മരിച്ചിട്ടിരിക്കണം ആരും പറയില്ല, അതേ കണക്കാണ്. പിന്നെ വലിയ നമ്മുടെ വെയിലിൻ്റെയൊക്കെ ആ ഒരു തലയുടെ ഭാഗം, പിന്നെ കുറേ വൾച്ചേഴ്സ് അതിൻ്റെയൊക്കെ പ്രിസർവ് ചെയ്തത്. പിന്നെ ഇത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ സ്കള്ളാണ് കേട്ടോ. പിന്നെ ഇത് ജിറാഫിൻ്റെ സ്കള്ളാണ്. അങ്ങനെ കുറേ സ്കൾസും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ റൈനോസറസിൻ്റെ കൊമ്പുണ്ടായിരുന്നു. ഇതൊന്നുമല്ല, ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിനെക്കാട്ടിയും തോനെ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് അന്വേഷിച്ചിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങൾ പോയപ്പോഴത്തേനും കുറേ ഗാലറിയൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ്. നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ചെന്നൈയിലെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പോകാൻ പറ്റിയൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് തോനെ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. മിക്കവാറുള്ള എല്ലാം ഗാലറി എല്ലാം ഓരോ ഹോളിനകത്തല്ലേ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് അത്രയും വെയിലിൻ്റെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് പോകാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുമോ എന്ന് നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആനിമൽസൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വരും കേട്ടോ. എൻ്റെ മക്കൾക്ക് അങ്ങനെ ആയിരുന്നു. ഇവിടെ മക്കൾക്ക് തോനെ ഇഷ്ടപ്പെടുന്ന സ്ഥലം ചിൽഡ്രൻസ് ഗാലറിയാണ് കേട്ടോ. പക്ഷേ അവിടെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്കിപ്പം അവിടെ പോകുന്ന അത്ര നല്ല ചോയ്സില്ല. കാരണം അവിടെയാണ് തോനെയും കുട്ടികൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റംസൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കുറച്ച് അന്വേഷിച്ചിട്ട് പോകേണ്ടവർ പോയിക്കോളൂ കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിയിലോട്ട് വരുമ്പോഴത്തേനും ഇതേപോലെ കുറേ ദൈവങ്ങളുടെ ഇതേപോലെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ നടന്നിട്ട് മക്കൾക്ക് ഓരോ ദൈവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പം മോളാണെങ്കിൽ നടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്, അഭിനയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പ്രാർത്ഥിക്കുകയാണോ എന്തോ. രണ്ടുപേർക്കും ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം എന്ന് ചോദിച്ചാൽ നന്ദി എന്നായിരിക്കും പറയാൻ കേട്ടോ. കാരണം അവർക്ക് അറിയാവുന്നതല്ലോ പശുവിനെ. അപ്പോൾ രണ്ടുപേർക്കും പശുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുള്ള. കല്ലുവാണെങ്കിൽ അടുത്തുനിന്ന് കാര്യമായിട്ട് എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഗാലറി ഫുള്ള് നമ്മൾ ചുറ്റി കണ്ടുവരുമ്പോഴത്തേനും ടൈം കുറേ ആകും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കോലത്തൂർ ഫിഷ് മാർക്കറ്റ് വരെ പോകണമായിരുന്നു കേട്ടോ ഇന്ന് തന്നെ. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പം പിന്നെന്താ നമ്മൾ പോണ വഴിക്ക് ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ പീരങ്കികളൊക്കെ വെച്ചിട്ടുള്ളത് കാണാം കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ ഓരോ രാജാക്കന്മാർ ഓരോ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പീരങ്കി നമ്മുടെ ടിപ്പു സുൽത്താൻ ഏതോ യുദ്ധത്തിന് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇവിടെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ സെക്ഷൻസ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയി കണ്ട സെക്ഷനാണ് ഇന്ത്യൻ ആർട്ട് ഗാലറി. അപ്പോൾ ഇവിടെ നമ്മുടെ രാജാരവിവർമ്മയുടെ പെയിൻറ്റിങ്സ് അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും നമ്മൾ ഇവിടെയും കൂടെ കണ്ടിട്ട് നേരെ കൊല്ലത്തൂർക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.